കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ ഭാരവാഹി വത്സൻ ചെമ്പരക്കര കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ വത്സൻ ചെമ്പരക്കര, ഒരുപക്ഷെ താങ്കൾ എങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡിന്റെ ഈ ഒരു തീരുമാനത്തെ നോക്കിക്കാണുന്നത്? മനുഷ്യന്മാര് കുളിച്ച് കുറി തൊടുന്നത് പോലെ തന്നെയാണ് ആനയും കുളിച്ച് കുറി തൊടുക എന്ന് പറയുന്നത്. മനുഷ്യനുമായി അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ഒരു ജീവിയാണ് ആന എന്ന് പറയുന്നത്. മനുഷ്യൻ അവന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും തന്റെ ഇഷ്ടദേവനെ വഹിക്കുന്നതിനും വേണ്ടി ഉപയോഗിച്ചു വരുന്ന ഒരു ജീവിയാണ് ആന എന്ന് പറയുന്നത്. ഈ ആനയ്ക്ക് കുറി തൊടുക എന്ന് പറയുന്നത്, അത് കുളിച്ച് കുറി തൊട്ട് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത്, അത് ഒരു ആചാരത്തിന്റെ ഭാഗമായി ആ ജീവിയെ സംരക്ഷിച്ചു പോരുമ്പോൾ ആ മനുഷ്യൻ ചെയ്യുന്ന എന്താണോ അതുപോലെ തന്നെ ആനയും ചെയ്തു പോരുന്നു. അതിന് വിലക്കേർപ്പെടുത്തുക അല്ലെങ്കിൽ നെറ്റിപ്പട്ടം കെട്ടുമ്പോൾ അതിൽ കറ വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് അത് നിരോധിക്കുക എന്ന് പറയുന്നത്, അത് ഒരു ശരിയായ കാര്യമായിട്ട് തോന്നുന്നില്ല. ആനയുടെ ഒരു അഴകിന്റെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ആനയെ പരിപാലിച്ചു പോകുന്നുണ്ട് ഒരു ജീവിത നിഷ്ഠയുടെ ഭാഗം തന്നെയാണ് ഈ കുറി തൊടിയിക്കുക എന്ന് പറയുന്നത്. കുളിച്ച് കുറി തൊടുക എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരമാണ്. അതിൽ നിന്ന് ആനയെ വിലക്കുന്നത് ശരിയല്ല. യെസ്, വളരെയധികം നന്ദി വത്സൻ ചെമ്പരക്കര പ്രതികരിച്ചതിന്. എന്തു തന്നെയായാലും ആനകൾക്ക് കുറി തുടിക്കുന്നതിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു വിലക്ക് കൊണ്ടുവരുന്നത്. എന്തു തന്നെയായാലും ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കുന്നു. മറ്റ് പ്രതികരണങ്ങളും ഇത് സംബന്ധിച്ച് ഉണ്ടായേക്കും.